ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസിൽ ആർക്കിൻ്റെ എപ്പിസോഡ് 11 ആണ്. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ എപ്പിസോഡും കണ്ടിട്ടില്ലേ, പോയി കണ്ടിട്ട് വരിക. അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോകാം. ഞാൻ എൻ്റെ അച്ഛൻ പറഞ്ഞ ആ ട്രാൻസ്പാരൻ്റ് വേൾഡിൽ പ്രവേശിച്ചതിന് ശേഷം എനിക്ക് എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. അവൻ്റെ ലെങ്സും ബ്ലഡ് വെസൽസും ഒക്കെ ഇൻറ്റേർണൽ ഓർഗൻസ് വരെ എനിക്ക് അവനെ കാണാൻ സാധിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ശരിക്കും ഒരു സ്ട്രോങ്ങസ്റ്റ് ആയ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ഞാൻ ആ ഡീമനെ ഉറപ്പായിട്ടും കൊല്ലും. ഞാൻ അവൻ്റെ കഴുത്ത് ഉറപ്പായിട്ടും ഞാൻ വെട്ടിയിരിക്കും എന്ന് പറയാൻ ടാൻജിറോ. അടുത്ത സീനിൽ നമ്മുടെ ഗിയു അക്കാസനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഗിയുവിന് നല്ലൊരു പരിക്കെറ്റുന്നുണ്ട്, അക്കാസയ്ക്ക് നല്ലൊരു പരിക്കെറ്റുന്നുണ്ട്. ഗിയു ചിന്തിക്കുകയാണ്, ഇവൻ എൻ്റെ എല്ലാ ഫോമും കോപ്പി ചെയ്ത് കഴിഞ്ഞു. ഇവൻ എന്നെക്കാട്ടും സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്. അവൻ്റെ മൂവ്മെൻറ്റ് പോലും എനിക്കിപ്പോൾ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് എന്തൊരു കഷ്ടമാണ്. ഗിയു ഡിസപ്പോയിൻ്റ് ആയിട്ട് പറയുകയാണ്. എനിക്ക് അവനൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവനിപ്പോൾ എൻ്റെ എല്ലാ മൂവ്മെൻറ്റും ഈസി ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ ആപത്തിലേക്കാണ് പോകുന്നത്. ഇത് ശരിക്കും ഒരു വലിയ ഡീമനാണ് ഈ അപ്പർ മൂൺ. ഇവൻ അൺപ്രഡിക്റ്റബിൾ ആണ്. ഇവൻ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ജനിച്ചൊരുത്തനാണ്. അക്കാത്ത ചാടി വന്ന് നമ്മുടെ ഗിയുവിന്റെ മുന്നിൽ നിൽക്കുകയാണ്. എന്നിട്ട് ഗിയുവിനോട് ചോദിക്കുകയാണ്, ഹേയ് വാട്ടർ ബീത്തർ, നിന്റെ വാട്ടർ ഫോംസ് ഒക്കെ കഴിഞ്ഞോ? ഇനിയുണ്ടോ നിന്റെ കൈമേൽ? എനിക്കറിയാം നിന്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ എന്ന്. നീ ഇപ്പോൾ ആകെ വീക്കാണെന്ന് തോന്നുന്നു അല്ലേ? ഇതൊക്കെ പറഞ്ഞ് അക്കാസ നേരെ വന്നിട്ട് ഗിയുവിനെ അറ്റാക്ക് ചെയ്യാൻ പോവാണ്. അതപ്പോൾ ഗിയു ജസ്റ്റ് മിസ്സിന് അവിടെ സോഡ് എടുത്ത് മാറുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ടാൻജറോയ്ക്കൊക്കെ പേടിയാതാണ്. ഗിയു, ഇത് എന്തെങ്കിലും നടക്കുമോ? അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റുമോ? ഗിയുവിന് ശരിക്കും മരണം ഉണ്ടാകുമോ ഒക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് തന്നെ അക്കാശൻ്റെ മസിൽസ് വെച്ച് അക്കാശ ആ സോഡിനെ ബ്ലോക്ക് ചെയ്യുന്നത്. ആ സോഡിനെ ബ്ലോക്ക് ചെയ്ത് അറ്റ് ടൈമിൽ തന്നെ ആ സോഡ് പൊട്ടിപ്പോവുകയാണ്. ഇത് കണ്ടത് ഗിയു തന്നെ വണ്ടടിച്ച് പോവുകയാണ്. അവൻ അവൻ എൻ്റെ സോഡ് പൊട്ടിച്ചു എന്ന് പറഞ്ഞാൽ ഗിയു എന്നെ അത്രയും ആശ്ചര്യച്ച് നിൽക്കുകയാണ്. അക്കാശ അത്രയ്ക്ക് സ്ട്രോങ് ആയി നിൽക്കുകയാണ് അവിടെ. എന്താണ് ഇവിടെ നടക്കുന്നത്? എനിക്കൊക്കെ പേടിയായിട്ട് വയ്യ. ഒരാൾക്ക് ഒറ്റ കിക്കിൽ എൻ്റെ സോഡ് പൊട്ടിക്കാൻ പറ്റുമോ? ഇല്ല. ഇത്രയും സ്ട്രോങ്ങസ്റ്റ് ആയ സോഡ് ഒരാൾക്ക് പൊട്ടിക്കാൻ സാധിക്കില്ലെന്ന് പറയുമ്പോൾ തന്നെ ഗിയുവിൻ്റെ നേരെ അക്കാസ കൈയിറക്കും. അതായത് റെങ്കോക്കുനെ കൊന്ന രീതിക്കാണ് അക്കാസ കൈയിറക്കുന്നത്. അക്കാസ അവരെ നെഞ്ചത്തേക്ക് കൈ കുത്തി ഇറക്കുകയാണ്. അപ്പം നമ്മൾ വയ്ക്കും നമ്മുടെ ഗിയു മരിച്ചുപോയി, ഇനി ഗിയു ഉണ്ടാവില്ല എന്ന്. പക്ഷെ അപ്പോഴാണ് ഒരു ട്വിസ്റ്റ് കിടക്കുന്നത്. നമ്മുടെ ചെക്കനാണ് വെറുതെ കുത്തിരിക്കുകയല്ല. നമ്മുടെ ചെക്കൻ നമ്മുടെ അഗാസൻ്റെ കൈയൊക്കെ മുറിച്ചിട്ട് നമ്മുടെ മാസമായിട്ട് നിൽക്കുന്നുണ്ട്. അതായത് അഗാസയ്ക്ക് ഇപ്പം കൈയില്ല. കുത്താൻ നേരത്ത് നമ്മുടെ ചെക്കൻ ചാടി വന്നിട്ട് കൈയൊക്കെ മുറിച്ചായിരിക്കുന്നത്. ടാൻജറോന്റെ ഈ മൂവ്മെന്റ് അപ്പർ മോൺ 3 പോലും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ടാൻജറോന്റെ മുഖമാകെ മാറിയിട്ടുണ്ട്. പിന്നെ ഡീമൺ സ്ലെയർമാർക്ക് നല്ലോണം ഇറങ്ങിയിട്ടുണ്ട്. പോരാ തന്നെ അവൻ്റെ മുഖത്തും ഫേസിലും അവൻ്റെ ബ്രീത്തിങ് സ്റ്റൈല് വരെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതാണ് അവൻ്റെ മൂവ്മെൻറ്റ് പോലും അപ്പർ റാങ്ക് 3 പോലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാഞ്ഞത്. ഇത് കണ്ടത് നമ്മുടെ ഗിയു തന്നെ വണ്ടടിച്ചിരിക്കുകയാണ്. ഗിയു ചോദിക്കുകയാണ്, ഇത് ടാൻജറോ തന്നെയാണോ? അക്കാസ തന്നെ വണ്ടടി. അക്കാസയ്ക്ക് തന്നെ സംശയം, ടാൻജറോയ്ക്ക് ഇത്രയും ഫാസ്റ്റ് മൂവ്മെൻറ്റ് നടത്താൻ പറ്റുമെന്ന്. ഇവൻ ഇങ്ങനെ പോയാൽ എനിക്ക് വരെ ആപത്താണ്. ഇവൻ തീർച്ചയായിട്ടും എന്നെ കൊന്നു കളയും. അതിനെനിക്ക് ഗിയു അറ്റാക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പം തന്നെ അഗാത്ത ഫൈനൽ ഫോം ആയിട്ടുള്ള ടെക്നിക്കൽ ഡിപ്ലോയ്മെന്റിന്റെ ഫൈനൽ ഫോം എടുക്കുകയാണ്. ഇത് കിട്ടിയത് നമ്മുടെ ഗിയു തന്നെ തെറിച്ചു പോവാണ്. കാരണം അത്രയ്ക്ക് സ്ട്രോങ്ങസ്റ്റ് ആയിരുന്നു അത് ഗിയുവിന് പോലും അബ്സോർബ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം തന്നെ നമ്മുടെ ടാൻജറോയും തെറിച്ചു പോകുന്നുണ്ട്. പക്ഷെ ടാൻജറോ ഒരു കാര്യം കാണുന്നുണ്ട്. അതായത് ഇവരുടെ രണ്ടാളെയും ബോഡി അവർക്ക് ക്ലിയർ ആയിട്ട് അവരെ എല്ലാ ഇന്റേണൽ ഓർഗൻസ് വരെ ടാൻജറോയ്ക്ക് അത് വിഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ടാൻജറോയുടെ അച്ഛൻ പറഞ്ഞ ആ വേൾഡിൽ എത്തിക്കഴിഞ്ഞു, സീ ത്രൂ വേൾഡ്. അതായത് ടാൻജറോയ്ക്ക് ഇനി ഗിയുവിൻ്റെയും അക്കാസൻ്റെയും വരെ ഇന്റേണൽ ഓർഗൻസ് ട്രാൻസ്പാരൻ്റ് ആയിട്ട് കാണാൻ പറ്റും. എവിടെ നിന്നൊക്കെ ഒരു മൂവ്മെൻറ്റ് എടുക്കുന്നൊക്കെ. ടെക്നിക്കൽ ഡിപ്ലോയ്മെൻറ്റിന് ശേഷം അക്കാസ നേരെ തന്നെ ഗിയുവിന് നേരെ വയറ്റിനിട്ട് ഒരു പഞ്ച് കൊടുക്കുകയാണ്. ആ പഞ്ച് ഗിയുവിന് നല്ലോണം ഏറ്റിട്ടുണ്ട്. ഗിയു ചോര തൊപ്പി ഒരു മൂലയ്ക്ക് വന്ന് വീഴുകയാണ്. നീ ശരിക്കും അമേസിംഗ് ആണ്. നിന്റെ പവർ എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആണ്. നീ ഇത്ര നേരം പിടിച്ചതിൽ എനിക്ക് അത്ഭുതപ്പെടാനില്ല ഗിയു. ഇത് ടാൻജറോനെ പോലെയോ റെങ്കോക്കുനെ പോലെയോ മരിക്കേണ്ടവനല്ല നീ അങ്ങ് ഡീമൻ ആയേക്ക്. അപ്പം തന്നെ ഗിയു വേറൊരു കാര്യം ചിന്തിക്കുന്നുണ്ട്. അതായത് ടാൻജറോ ബാക്കിൽ സോഡ് പിടിച്ചിരിക്കുന്ന കാര്യം അക്കാസയ്ക്ക് കാണാൻ പറ്റുന്നില്ല. ഗിയു പറയാണ്, ഇതാണ് നല്ല ചാൻസ്. ടാൻജറോ വെട്ടവൻ്റെ തല. ടാൻജറോ നേരെ അക്കാസ എന്ന് പറഞ്ഞ് ചാടി വാളൊക്കെ എടുത്തിട്ട് അക്കാസനെ വെട്ടാൻ പോവുകയാണ്. അപ്പോൾ ഇത് അക്കാസ കേൾക്കുന്നുണ്ട്. അക്കാസ നേരെ വന്ന് ടാൻജറോനൊന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അക്കാസ അവനെ കൈ വെച്ചിട്ട് അത് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അതായത് ബ്ലോക്ക് ചെയ്യുന്നത് സോഡ് പൊട്ടിക്കല്ല, നേരെ ടാൻജറോനെ തല നോക്കി വെട്ടുന്നുണ്ട്. പക്ഷേ ടാൻജറോ അപ്പം തന്നെ കുഞ്ഞാളാണ്. അപ്പം തന്നെ നമ്മുടെ ഗിയു ചോദിക്കുന്നുണ്ട്, ഇവനെന്താ പൊട്ടനാണോ? ഇവനെന്തിൻ്റെ പേര് വിളിച്ച് അവനെ വെട്ടാൻ നോക്കുന്നത്? അതിനിടയ്ക്ക് അക്കാസ ചോദിക്കുന്നുണ്ട്, ഈ ചെറുക്കൻ മരിച്ചില്ലേ? ഇത്രയും വലിയ അറ്റാക്കിൽ നിന്ന് ഇവൻ എങ്ങനെ പ്രിവെന്റ് ചെയ്ത് നിൽക്കാൻ പറ്റും? ഇവൻ എത്ര മാറിക്കഴിഞ്ഞാലും എൻ്റെ കോമ്പസ് അതേപോലെ തന്നെ ആക്ട് ചെയ്യും. അവൻ്റെ ബോഡിയിൽ വളരെ ശക്തമായിട്ട് ഞാൻ പ്രതിരോധിക്കും. പക്ഷേ ഇവനെന്തോ പറ്റിയതുപോലെ. ഇവനിപ്പോൾ ബാറ്റിൽ സ്പിരിറ്റ് ഇല്ല. ഇവനെന്തോ പറ്റിയിട്ടുണ്ട്. ഇവൻ ആരാണ്? ഇവൻ എന്താണ് പറ്റിയതെന്ന് പറയുമ്പോൾ തന്നെ ടാൻജറോ നേരെ ഹിനഗാമി കാഗുറ ഡാൻസോ ഫയർ ഗോഡ് ചാടി വന്ന് അക്കാസന്റെ കഴുത്ത് നോക്കി നെക്കിന് തന്നെ നല്ല ഷാർപ്പായിട്ട് ടാൻജറോ വെട്ടുകയാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ ഗിയുവും അക്കാസയും വരെ വണ്ടടിച്ചു പോവുകയാണ്. അതായത് ടാൻജറോ ഇപ്പോൾ അപ്പർ റാങ്ക് 3 ഡീമന്റെ കഴുത്ത് വെട്ടിയിരിക്കുകയാണ്. ഇനി എന്തായിരിക്കും നടക്കാൻ പോകുന്നത്? അപ്പർ റാങ്ക് 3നെ അത്ര പെട്ടെന്ന് കൊല്ലാൻ പറ്റുമോ? അത് അക്കാസിന് തിരിച്ചു വരുമോ?
നമുക്ക് നോക്കാം അടുത്ത എപ്പിസോഡിൽ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വെയിറ്റ് ചെയ്യുക. അടുത്ത എപ്പിസോഡ് എത്ര പെട്ടെന്ന് ഇടാൻ നോക്കാം. അതുവരെ ടാറ്റാ.